ജിദ്ദയിലുള്ള ഒബൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇന്ന് നമ്മൾ കുട്ടികളും ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ബീച്ച് സൈഡുകളൊക്കെ കാണാം. ഇങ്ങനെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ചിലതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്താലാണ് അവിടെ കയറ്റുള്ളൂ, ചിലത് പിന്നെ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിക്കാൻ കഴിയുന്ന, എന്നാൽ പാരൻസൊക്കെ അത് വാച്ച് ചെയ്തിട്ടിരിക്കാം, അവരുടെ കൂടെ കളിക്കാം, അങ്ങനെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കുമ്പോൾ ഈ സീ വാട്ടറിൽ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മെഗ്നീഷ്യം, കാൽഷ്യം, പിന്നെ ക്ലോറൈഡ്, സൾഫേറ്റ്, അങ്ങനെ ഒരുപാട് പിന്നെ മിനറൽസ് കടലിലുള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് അത് ഭയങ്കര ഗുണം ചെയ്യും. ഒരു നാച്ചുറൽ കോസ്മെറ്റിക്സ് എന്നൊക്കെ പറയും സീ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികളും അങ്ങനെ പോയിട്ട് കളിക്കുകയാണെങ്കിൽ അത് അവർക്ക് സ്കിന്നിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റും തരാൻ കഴിയും ഈ കടലിൽ നീന്തുക എന്നൊക്കെ പറയുന്നത്. സ്വിമ്മിങ് അത്രയും ഒരു ഗുണമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വലിയവരാണെന്നുണ്ടെങ്കിലും കടലിൽ കളിക്കുമ്പോഴും അത് നോക്കിയിരിക്കുകയാണെങ്കിലും ഒക്കെ മനസ്സിന് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റണ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആകാശം എപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ആകാശവും കടലും കൂടി ചേരുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലേ. അത് എത്ര കണ്ടാലും എത്ര ദിവസം കണ്ടാലും ഒരേപോലെ നമുക്ക് ഒരിക്കലും തോന്നാത്തൊരു സാധനം ഈ ആകാശവും കടലും കൂടിയുള്ള ആ കൂടിച്ചേരലും, ആ സൺസെറ്റും സൺറൈസും അത് തരുന്ന നമുക്ക് ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗും ഒക്കെ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അറിയണം അല്ലേ. ഈ കടൽ തിരകളൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ കാലിൽ തട്ടുമ്പോൾ നമ്മളെ ആരോ ഇങ്ങനെ തലോടുന്ന പോലെയൊക്കെയാണ് തോന്നുക. അപ്പോൾ അത് നമ്മൾ ആ നേച്ചറിനായിട്ട് കണക്ട് ചെയ്ത് അതിപ്പോൾ എവിടെയാണെങ്കിലും അല്ലേ, അതിപ്പോൾ ഈ കോഴിക്കോടുള്ള ബീച്ചാണെങ്കിലും നമ്മൾ ജിദ്ദയിലുള്ള ബീച്ചാണെങ്കിലും ഒക്കെ വെള്ളത്തിന് നമുക്ക് അല്ലെങ്കിൽ കടലിന് നമുക്ക് സമാധാനിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്, നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ആ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു കഴിവുണ്ട്. എപ്പോൾ നമ്മളെ ഹാപ്പിയാക്കി ഇരുത്താൻ ഈ പ്രപഞ്ചം എന്തൊക്കെയാണല്ലേ ഒരുക്കിയിട്ടുള്ളത്, നമ്മളതൊന്നും ഉപയോഗിക്കണില്ല എന്നേ ഉള്ളൂ. നമ്മൾ പലതും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. നമുക്ക് എപ്പോഴും കാണുന്ന സാധനങ്ങൾ നമ്മളൊന്നും ഒരു വില കാണൂല. അപ്പോൾ അതേപോലെയാണ് ഇതും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് കടപ്പുറത്ത് പോവുക, കളിക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര മനസ്സിനെ റിഫ്രഷിങ് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത്. ഇതുപോലെ നല്ല നല്ല ദിവസങ്ങളുണ്ടാവട്ടെ. എല്ലാവരും ഇങ്ങനെയൊക്കെ കടപ്പുറത്തൊക്കെ പോയി കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക.